ഇതേ ടൈമിൽ നമ്മുടെ ക്യൂനായിരിക്കും കേട്ടോ ഈ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങോട്ട് വരുന്ന ക്യൂനിൻ്റെ ആളാണെങ്കിൽ അത് ശരിക്കും ഒരു യങ് മാസ്റ്റർ അല്ല, അതൊരു സ്ത്രീയാണെന്ന് പറയുമ്പോൾ ക്യൂനാകെ അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. ഇയാൾ പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ എൻവോയി നമ്മുടെ രാജകുമാരനെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാനായിരിക്കും ഇങ്ങനെ വേഷം കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ക്യൂനാണെങ്കിൽ എന്തായാലും കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ രാത്രിയത്തെ പരിപാടി കഴിയുന്നത് വരെ ആ പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവിടെ പറയുന്നതും ഇയാളാണെങ്കിൽ ക്യൂവിനെ കണ്ട് തിരിച്ചു പോകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന രാജകുമാരനാണെങ്കിൽ എവിടെയാണ് അവരെ ഒളിപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് രാജകുമാരന് കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഹ്യൂക്കാണെങ്കിൽ ഇയാളെ വാള് കാട്ടി പേടിപ്പിക്കുന്നതും. ഇതേ ടൈമിൽ കിംചയുടെ അടുത്ത് വരുന്ന സ്റ്റാഫാണെങ്കിൽ ആ യങ് മാസ്റ്ററെ കണ്ടു കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പമാകും. ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് രാജകുമാരനാണെന്ന് പറയുമ്പോൾ കിംചയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ രാജ്ഞിയാണെന്ന് പറയുന്നത് കേട്ടി സ്റ്റാഫ് അവിടെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് തെളിവൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ കിംച അവിടെ പറയുന്നത് ക്യൂന് ഈ ഒരു മീറ്റിങ്ങിൽ എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടെന്ന് ആളുടെ സ്റ്റാഫിനോട് പറഞ്ഞല്ലോ. അപ്പോൾ ആളുടെ സ്റ്റാഫിൽ ഇവരുടെ ഒരു സ്പൈ ഉണ്ട്. ആൾ ഇവിടെ വന്നിട്ട് അത് കിംചയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആളെ വെച്ച് നമുക്ക് ക്യൂനിനെ വീഴ്ത്താം എന്നൊക്കെ കിംച അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു പരിപാടിക്ക് വേണ്ടി റെഡി ആകേണ്ട ആവശ്യമുണ്ടെന്ന് കിംച പറയുന്നത് കേട്ട് എന്തു പരിപാടി എന്ന് ഈ സ്റ്റാഫ് ചോദിക്കുന്നതും കിംചയാണെങ്കിൽ അടുത്ത കാര്യം നീക്കേണ്ട സമയമായി എന്നാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ ഈ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഈ രാജ്യത്തിലത്തെ ആളല്ല എന്നൊക്കെ പറയുന്നതും എന്നിട്ട് ഞങ്ങളുടെ ലാംഗ്വേജ് നന്നായി തന്നെ ഇത് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ടൈമിൽ ഇവിടേക്ക് നമ്മുടെ ജെയ്യൂനും ഹോങ്ഷും എത്തുന്നുണ്ട്. ഹോങ്ഷും ആണെങ്കിൽ ഒരുപാട് ഗുണ്ടകളുണ്ടല്ലോ, നമ്മളാണെങ്കിൽ ആകെ രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ ഇവരെല്ലാം ഫൈറ്റ് ചെയ്തോളാം എന്ന് ജെയ്യൂൻ പറയുന്നത് കേട്ട് നിങ്ങൾ മാർഷൽ ആർട്സിൽ അത്ര നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഹോങ്ഷും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ നീ നോക്കിക്കോ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാം, അവരുടെ ശ്രദ്ധ തിരിക്കുന്ന ടൈമിൽ നീ ആ കുട്ടിയെ രക്ഷിച്ചാൽ മതി എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഈ ഗുണ്ടകളുടെ അടുത്ത് പോയി ഉറക്കെ ചോദിക്കുന്നുണ്ട്. അതായത് അവരുടെ ഭാഷയിൽ ആ പെൺകുട്ടിയുടെ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സേഫായിട്ട് അകത്തുണ്ടോ എന്ന്. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അകത്തു നിന്നും ഞാൻ സേഫായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് തിരിച്ചു പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഈ ഗുണ്ടകളാണെങ്കിൽ താൻ ആരാ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവരെ ഒന്ന് ചൊറിഞ്ഞിട്ട് അവിടെ നിന്നും ഓടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ നോക്കുന്ന ടൈമിൽ അങ്ങോട്ടൊരു ഗുണ്ട വരുന്നതും ഇവളാണെങ്കിൽ അയാൾക്കിട്ട് നല്ലൊരു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇയാൾ ഒരു വാളായിട്ട് വരുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അയാളെ മാക്സിമം പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാജ്ഞിയുടെ ആ ഒരു സ്റ്റാഫിൽ നിന്നും ഈ പെൺകുട്ടി എവിടെയാണെന്ന് മനസ്സിലാക്കി ലിയൂളും ഹ്യൂക്കും അവിടെ എത്തുന്നതാണ്. അപ്പോൾ ലിയൂൾ അവിടെ പറയുന്നുണ്ട് അയാൾ നമ്മളിൽ നിന്നും ഒരു സീക്രട്ട് മറച്ചു വെക്കുന്നുണ്ട്, ആ സീക്രട്ട് പുറത്തു പറയാൻ അയാൾക്ക് താല്പര്യമില്ല, അയാൾ എന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെന്നൊക്കെ ലിയൂൾ പറയുന്നത് കേട്ട് എന്ത് സീക്രട്ട് എന്ന് ഈ ഹ്യൂക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ ലിയൂൾ ആ പെൺകുട്ടിയെ കാണുന്നതും ആ പെൺകുട്ടിയെ നോക്കി പറയുന്നുണ്ട് ആ സീക്രട്ട് ഇപ്പോൾ പുറത്തായി എന്ന്. ഈ പെൺകുട്ടിയെ കാണുന്ന ഹ്യൂക്ക് ആണെങ്കിൽ അത് യങ് മാസ്റ്റർ അല്ലേ, ഒരു സ്ത്രീ ആയിരുന്നു എന്ന് അവിടെ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ ഇവളെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന ടൈമിലാണ് പെട്ടെന്ന് ഹോങ്ഷിമിനെ അവിടെ കാണുന്നതും ഒന്ന് സ്റ്റക്കായി അവിടെ നിൽക്കുന്നുണ്ട്. ഹോങ്ഷിമിനാണെങ്കിലോ ഇവളുടെ കാലിന് പരിക്കേറ്റത് കൊണ്ട് തന്നെ ഇവൾക്ക് തീരെ വയ്യാതെ അവിടെ ഇരിക്കുന്നതാണ് ഇവൻ കാണുന്നത്. ഇവൻ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ട് ജെയ്യൂൻ വരുന്നത് കാണുന്നതും ഇവൻ പെട്ടെന്ന് വീണ്ടും അവിടെ ഒന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ട്. ജെയ്യൂൻ ആണെങ്കിൽ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇവളോട് ചോദിക്കുന്നതും ഹോങ്ഷിം ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ഈ ലേഡിയും കൊണ്ട് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്തൂ, അല്ലെങ്കിൽ രാജകുമാരന് കുഴപ്പമാണെന്നല്ലേ പറഞ്ഞെന്ന് പറയുന്നതും ജെയ്യൂൻ ആണെങ്കിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ നോക്കുന്ന ടൈമിൽ എനിക്കിപ്പോൾ എന്തായാലും കൊട്ടാരത്തിലേക്ക് വരാൻ കഴിയില്ല, ഞാൻ എൻ്റെ ലവറെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, എനിക്ക് അവനെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ജെയ്യൂനാണെങ്കിൽ നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇത്രയും നിസ്സാരമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത്, ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ അവിടെ നിന്ന് സ്റ്റാഫിനെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ട് വന്നത്, ഈ ഒരു കാര്യം കാരണം പ്രിൻസിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയൂ, അത് മാത്രമല്ല ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായേനെ എന്നൊക്കെ ചോദിക്കുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഈ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് അതൊന്നും അറിയത്തില്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ആ കാമുകന് അസുഖമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്, എനിക്ക് ഇന്ന് അയാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെ ലിയോള് മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ എന്തായാലും അവൾക്ക് അവളുടെ ആ ഒരു ആഗ്രഹം നടത്തി കൊടുത്തേക്ക്, അവളെ ഉടനെ തന്നെ അയാളുടെ അടുത്ത് എത്തിച്ചിട്ട് അതിനുശേഷം കൊട്ടാരത്തിലേക്ക് എത്തിച്ചാൽ മതിയല്ലോ. ചില ആളുകൾക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വലുത് ഫാമിലി ആയിരിക്കാം, ചില ആളുകൾക്ക് ജോലിയായിരിക്കാം, ചില ആളുകൾക്ക് ഇതിലെല്ലാം ഉപരി അവരുടെ പ്രണയമായിരിക്കാം, അതുകൊണ്ട് അവളെ നമുക്ക് എതിർക്കാൻ കഴിയില്ല എന്നാണ് ഹോങ്ഷിം അവിടെ പറയുന്നത്. ഈ ടൈമിൽ ഹ്യൂക്ക് ആണെങ്കിൽ ആ പെൺകുട്ടിയെ നമുക്ക് കൊണ്ടുപോകൂടെ എന്ന് ചോദിക്കുമ്പോൾ ലിയൂളാണെങ്കിൽ അത് വേണ്ട, അവർ തന്നെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിക്കോളും, എനിക്ക് അവരെ വിശ്വാസമാണ് എന്നാണ് ലിയൂൾ അവിടെ പറയുന്നത്. അങ്ങനെ പിന്നീട് ഈ പെൺകുട്ടി അവളുടെ കാമുകനെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഹഗ് ചെയ്യുന്നതും ഇതൊക്കെ തന്നെ മാറി നിന്ന് ജെയ്യൂനും ഹോങ്ഷിമും കാണുന്നുണ്ട്. ഇവൾക്ക് പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ എന്തായാലും ഈ പെൺകുട്ടിയെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും ജെയ്യൂനാണെങ്കിൽ ആ സമയം കഴിഞ്ഞു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കൊട്ടാരത്തിലാണെങ്കിൽ കിംചയുടെ സ്റ്റാഫ് മൊത്തം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. കിംചയ്ക്ക് ഒരു
ടെൻഷനും ഇല്ലല്ലോ, ആൾ എന്താ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ ഇവർ പറയുന്നതും ആ ടൈമിലാണ് ഹ്യൂക്കും രാജകുമാരനും കൂടി അങ്ങോട്ട് വരുന്നത്. എന്തായി യങ് മാസ്റ്ററെ കണ്ടുപിടിച്ചു എന്ന് ഇവർ ചോദിക്കുമ്പോൾ നമ്മുടെ ലിയൂളാണെങ്കിൽ കണ്ടുപിടിച്ചു എന്ന് പറയാം, എന്നാൽ കണ്ടുപിടിച്ചില്ല എന്നും പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഈ എൻവോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആളാണെങ്കിൽ ഇവനെ നന്നായി തന്നെ അധിക്ഷേപിക്കുന്നുണ്ട്. അതായത് ഇത്രയും നേരമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ, ഇതാണോ നിങ്ങളുടെ രാജ്യത്തിലൊരു രാജകുമാരൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇവനാണെങ്കിൽ എന്തായാലും ഡിന്നർ തുടങ്ങാൻ സമയമായല്ലോ, ആ ഒരു പരിപാടി കഴിയുമ്പോഴേക്കും ആളിവിടെ എത്തിയിരിക്കും, ഇനി എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം എന്നാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഈ സ്റ്റാഫിനൊക്കെ പേടിയാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും ഫുഡ് കഴിക്കുന്നതും ഈ എൻവോയ്ക്ക് ഓരോ ഡിഷസ് ഇവർ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻവോയ് പറയുന്നുണ്ട് എല്ലാ ഡിഷസും ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഈ ഒരു പരിപാടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, ഇതുവരെ എൻ്റെ മകൻ തിരിച്ചെത്തിയില്ല എന്ന് പറയുന്ന ടൈമിലാണ് കറക്റ്റ് വാതിൽ തുറന്നിട്ട് ഈ ലേഡി അങ്ങോട്ട് വരുന്നതും എനിക്ക് മാർക്കറ്റിൽ വെച്ച് വഴി തെറ്റിപ്പോയി, അതാണ് സംഭവിച്ചത്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നവിടെ പറയുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ ആ സ്റ്റാഫിനൊക്കെ നല്ല സമാധാനമാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ലിയൂളും ഈ എൻവോയും തമ്മിൽ സംസാരിക്കുന്ന ടൈമിൽ ഇത്രയും വലിയൊരു മിഷനിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ കൊണ്ടുവരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ലിയൂൾ അവിടെ പറയുന്നതും അപ്പോൾ ഈ എൻവോയ് പറയുന്നുണ്ട് അവൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, എന്നാൽ അതൊരു പ്രണയ വിഷയമായിരുന്നു എന്ന് എനിക്ക് ഇവിടെ എത്തുന്നത് വരെ അറിയുണ്ടായിരുന്നില്ല, അവളുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നതും ലിയൂളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് എന്തായാലും പാലിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ എനിക്ക് തരില്ലേ എന്ന് ലിയൂൾ അവിടെ ചോദിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും തരും, പക്ഷേ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തന്നോട്ടെ എന്ന് ഇയാൾ ചോദിക്കുന്നതും തീർച്ചയായും എന്ന് പറയുന്ന ലിയൂളിനോട് നിങ്ങൾ നിങ്ങളുടെ അമ്മായിയച്ഛനെയും അയാളുടെ ആളുകളെയും സൂക്ഷിക്കണം, ആളത്ര ശരിയല്ല, 2 വർഷം മുന്നേ നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് കവിതകൾ കൈമാറുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഫാദർ ഇൻ ലോയെ പറ്റിയും സംസാരിച്ചിരുന്നു, ആളെന്തായാലും ശരിയല്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, എന്തായാലും നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം, അത് ഉടനെ തന്നെ തിരിച്ചു കിട്ടട്ടെ, നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണോ അവരെ ഉടനെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ നിന്നും പോകുന്നത്. ആ ടൈമിൽ തന്നെ അങ്ങോട്ട് എത്തുന്ന ജയൂനാണെങ്കിൽ ലിയൂളിനോട് കറക്റ്റ് ടൈമിൽ മാസ്റ്റർ എത്തിക്കാൻ കഴിഞ്ഞല്ലോ, കുറച്ച് സമയം വൈകിയില്ലേ, അതിനെ ക്ഷമ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ലിയൂളാണെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ നിനക്ക് എന്നോട് ക്ഷമ ചോദിക്കാനുള്ളൂ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ജയൂനോട് ചോദിക്കുന്നുണ്ട് അവൾ എന്താണ് ഹാനിയാങ്ങിൽ വന്നിട്ടുള്ളത്, അവളിവിടെ വന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിവൻ ചോദിക്കുന്നതും ജയൂനാണെങ്കിൽ അവളെ സംരക്ഷിക്കണം എന്നല്ല അങ്ങ് പറഞ്ഞത്, അല്ലാതെ അവളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ വന്ന് പറയണമെന്ന് അങ്ങ് പറഞ്ഞില്ലല്ലോ എന്നിവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ലിയൂളാണെങ്കിൽ നിനക്ക് അവളോട് ഫീലിങ്സ് ഉണ്ടല്ലേ, എത്ര കാലമായി തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ജയൂനാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മുന്നേ എനിക്കത് തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ അങ്ങനെയെങ്കിൽ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയൂനാണെങ്കിൽ അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അതനുസരിക്കും, അതിലുപരി എനിക്ക് എൻ്റെ ഹൃദയം പറയുന്നത് അനുസരിച്ചേ പറ്റൂ എന്ന് ജയൂൻ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ വില്ലേജിലാണെങ്കിൽ നമ്മുടെ ഗുമസ്തൻ വൂന്തൂക്കിനെ പറ്റി പറഞ്ഞ് ആകെ വിഷമത്തിലായിരിക്കും, അതായത് രാജകുമാരനാണെന്നൊന്നും അറിയാതെ ഒരുപാട് മോശമായിട്ടാണല്ലോ പെരുമാറിയത്, അതുകൊണ്ട് ഉടനെ തന്നെ അയാൾ എന്നെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് അതിനുള്ള ശിക്ഷയൊക്കെ തരുമെന്ന് പറഞ്ഞ ആളാകെ ടെൻഷൻ അടിക്കുന്നതും ഗുദൂളാണെങ്കിൽ ഞാൻ എന്തായാലും ഹാനിയാങ്ങിലേക്ക് പോയി അവനെ കാണാൻ പോവുക, കാരണം ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ ഒരു നല്ല പൊസിഷൻ അവൻ എനിക്ക് തരുമെന്നൊക്കെ പറയുന്ന ടൈമിൽ ഭാര്യ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. എല്ലാവരും വൂന്തൂക്കിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ, നിങ്ങൾ ഒരാൾ പോലും ഹോങ്ഷ്മിനെ പറ്റി അന്വേഷിക്കുന്നില്ലല്ലോ, എനിക്കിതൊക്കെ കേട്ടിട്ട് വിഷമം വരുന്നുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഗുമസ്തനാണെങ്കിൽ അങ്ങ് ഓടിയിട്ട് കരയുന്നുണ്ട്. ഇതേ ടൈമിൽ ലിയൂളാണെങ്കിൽ ആ സീക്രട്ട് ലെറ്ററും അതുപോലെ നേരത്തെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആ സ്റ്റാഫ് വരുന്നതും ഇവൻ ഉടനെ തന്നെ ലെറ്റർ അവിടെ നിന്നും മാറ്റുന്നുണ്ട്. ആൾ എന്തോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനാണ് വരുന്നത്, അതായത് ഇവരുടെ ഒരു സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടാണ് അത് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലിയൂൾ ചോദിക്കുന്നുണ്ട് എൻ്റെ പഴയ സ്റ്റാമ്പ് എവിടെയെന്ന്. അപ്പോൾ ഈ സ്റ്റാഫാണെങ്കിൽ അങ്ങ് മരിച്ചു എന്ന് കരുതി അങ്ങയുടെ ശവസംസ്കാര ചടങ്ങിൽ അങ്ങയുടെ പഴയ സാധനങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ലിയൂൾ അവിടെ പറയുന്നുണ്ട് അത് കത്തിച്ച് കളഞ്ഞിട്ട് അതിനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് ഓർമ്മയായി തിരിച്ച് സൂക്ഷിച്ചു വെക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ചെക്ക് ചെയ്ത് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നിവൻ പറയുന്നതും ആൾ നേരെ പ്രിൻസസിനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ പ്രിൻസസിനെ കാണുന്ന ടൈമിൽ പ്രിൻസസ് ആണെങ്കിൽ യങ് മാസ്റ്ററെ മിസ്സായ കാര്യവും നിങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞുപോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, ആകെ ടെൻഷൻ അടിച്ചു എന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ലിയൂളാണെങ്കിൽ നാളെ മുതൽ ഇങ്ങനെ ടെൻഷനുള്ള കാര്യങ്ങളൊന്നും പ്രിൻസസിനെ അറിയിക്കരുത്, അത് കുട്ടിയെ ബാധിക്കും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു പുസ്തകം കുട്ടിക്ക് വേണ്ടിയിട്ട് വായിച്ചു കൊടുക്കാനൊക്കെ ഇവനോട് പറയുന്നതും ഇവൻ അത് വായിച്ചു കൊടുക്കുന്നതും പെട്ടെന്ന് ആകെ ഷോക്കായി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അതായത് പണ്ട് ഇവൻ അമ്മ ഹോങ്ഷിമിൻ്റെ ആ ഒരു റിബൺ ഇല്ലേ അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അവൾക്ക് തിരിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞൊരു സീൻ പെട്ടെന്ന് ഇവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ ടൈമിലാണ് ഇവൻ പ്രിൻസസിൻ്റെ ഒരു എംബ്രോയിഡറി കാണുന്നതും ഇതെന്താന്ന് ചോദിക്കുന്ന ടൈമിൽ ഈ പാലസിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, ആ ടൈമിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഇതൊരു ഹോബി ആയിരുന്നു, പ്രസവകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പ്രിൻസസ് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ നമ്മുടെ എൻവോയിനെ കിംച് മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻവോയ്ക്ക് കിംച്ചിന് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്തിനാ
വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ ഇതെന്തെങ്കിലും പാരിതോഷികമൊക്കെ ആയിരിക്കും, എന്തായാലും എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നതും കിംചയാണെങ്കിൽ അത് തുറന്നു നോക്കിയാലും എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ അത് തുറന്നു നോക്കുമ്പോൾ ഒരു കല്ലായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ എൻവോയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നതും കിംചയാണെങ്കിൽ ഇത് നിങ്ങളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി രാജാവിനെ ഏൽപ്പിക്കണം, ഞങ്ങൾ യുദ്ധത്തിന് റെഡി ആവുന്നുണ്ട് എന്ന് പറയുകയാണ്. അതായത് ഒരു യുദ്ധത്തിന് വിളിക്കുന്ന രീതിയിലാണ് കിംച അവിടെ സംസാരിക്കുന്നത്. അതായത് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് അയൽ രാജ്യത്തിന് ചൊറിഞ്ഞ് യുദ്ധത്തിന് വിളിക്കുന്ന അതേ ഒരു സ്വഭാവം തന്നെ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ രാജകുമാരിയാണെങ്കിൽ നേരത്തെ ഒരു ലെറ്റർ വെച്ചില്ലേ, ആ സ്ഥലത്ത് പോയി അവിടെ എന്തെങ്കിലും ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും ലെറ്റർ ഇല്ല എന്ന് കാണുമ്പോൾ ഇവൾക്ക് വിഷമം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ മറ്റൊരു ലെറ്റർ അവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം പോകുന്ന ടൈമിലാണ് ഹോങ്ഷിമിന്റെ ബ്രദറെ കാണുന്നതും. ബ്രദർ ആണെങ്കിൽ ഞാൻ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യുന്നു, എനിക്കൊരു കാര്യത്തെ പറ്റിയിട്ട് അറിയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്നിവൻ പറയുന്നതും. ബിയോമിനെ കൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യിപ്പിച്ചത് നീയാണോ എന്ന് ബ്രദർ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രിൻസസ് ആണെങ്കിൽ ഈ ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണോ നീ അങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഹോങ്ഷിമിനെയാണ് കാണിക്കുന്നത്. ഇവള് ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്ത് വൂന്തൂക്കിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നതും പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന അച്ഛനാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്, ഇതൊക്കെ കളയാറായില്ലേ, അവനെ പറ്റി മറക്കണം എന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ടൈമിൽ അച്ഛനാണെങ്കിൽ ആകെ ചൂടാകുന്നതും നീ ഇങ്ങോട്ട് വന്നത് ശരിക്കും നിന്റെ ബ്രദറെ കണ്ടുപിടിക്കാനാണോ അത് വൂന്തൂക്കിനെ കാണാനാണോ എന്ന് ചോദിക്കുന്ന ടൈമിൽ അതെ, ഞാൻ വൂന്തൂക്കിനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് ഇവിടെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താ എനിക്ക് കാണാൻ പറ്റില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദൂരത്ത് നിന്നാണെങ്കിലും അവനെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഹോങ്ഷിമോ പറയുന്നതും അച്ഛനാണെങ്കിൽ നീ എന്താ മോളെ മനസ്സിലാക്കാത്തത്, അവൻ അവൻ്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, നീ ഇവിടെ ഇങ്ങനെ വിഷമം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതുപോലെ തന്നെ നീ എൻ്റെ മുടി അഴിച്ചിടണം, നീ ഇനി മുതൽ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയല്ല എന്നവിടെ പറയുന്നുണ്ട്. അതായത് ഈ മുടി അഴിച്ചിടുന്നത് കല്യാണം കഴിയാത്ത പെൺകുട്ടികളാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് അതിന് ഒരിക്കലും കഴിയില്ല, ഈ കല്യാണം എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ട് നടന്നിട്ടുള്ളത് തന്നെയാണ്, എനിക്ക് അവനെ മറക്കാൻ കഴിയില്ല, നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് അവനെ മറക്കൂ, അവനെ മറക്കണം എന്നൊക്കെ, പക്ഷേ അതത്ര എളുപ്പമൊന്നുമല്ല, എനിക്ക് കഴിയേണ്ടതെന്ന് ചോദിച്ച് ഇവളങ്ങ് കരയുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ പിന്നെ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ ടൈമിൽ നേരത്തെ നമ്മുടെ ലിയൂളിൻ്റെ സ്റ്റാഫ് ആണെങ്കിൽ കൊട്ടാരത്തിൽ വന്നിട്ട് എന്തോ ഒരു ബോക്സ് കാണാതെ എടുക്കുന്നതും അതിനുശേഷം അത് കത്തിക്കാൻ നോക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്നൊരു സ്റ്റാഫ് ആണെങ്കിൽ താൻ എന്താ ഈ കത്തിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കൊട്ടാരത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്ന് പറയുന്നതും എന്നാൽ ശരി ഞാനതൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഇയാൾ അതിന് സമ്മതിക്കുന്നില്ല. ആ ടൈമിലാണ് ലിയൂൾ അങ്ങോട്ട് എത്തുന്നതും. അതായത് ഈ സ്റ്റാഫ് നേരത്തെ പറഞ്ഞല്ലോ മരണാന്തര ചടങ്ങുകളിൽ ഇയാളുടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ കത്തിച്ചുവെന്ന്, അത് ശരിക്കും കത്തിച്ചിട്ടില്ല എന്ന് ലിയൂൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. താൻ എന്തിനാണ് എന്നോട് നുണ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ ബോക്സ് തുറക്കുമ്പോൾ അതിൽ ആ പണ്ടത്തെ റെഡ് റിബണൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊക്കെ കാണുന്ന ഇവന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അതായത് കൈ മുറിഞ്ഞതും ഇവളത് കെട്ടിക്കൊടുത്തതും അതുപോലെ ചെറി ബ്ലോസമിൻ്റെ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്തതും, അതുമാത്രമല്ല ചില കാര്യങ്ങൾ ഇവന് ഹോങ്ഷിമിൻ്റേതായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഹോങ്ഷിമ ആ പെൺകുട്ടിയാണെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഇവളൊരിക്കലും പറഞ്ഞിരുന്നു എനിക്ക് ചെറി ബ്ലോസം ചെടി ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ നീ ഇതിവിടെ നട്ടത് എന്നൊക്കെ ഇവൾ ചോദിച്ചിരുന്നു. അതൊക്കെ ഇവൻ ആലോചിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഒരു ഞെട്ടലോടെ തിരിച്ചറിയുന്ന ലിയൂളാണെങ്കിൽ അതായത് താൻ ഇത്രയും കാലം ആർക്ക് വേണ്ടിയിട്ടാണോ മനസ്സ് മാറ്റിവെച്ചത് ആ പെൺകുട്ടിയാണ് തൻ്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഇവൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ സ്റ്റാഫാണെങ്കിൽ ഇയാൾ എന്ത് ശിക്ഷയെ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലം ശിക്ഷയൊന്നും കൊടുക്കേണ്ട, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ലിയൂൾ അവിടെ നിന്നും പോകുന്നത് നേരെ ആ ബ്രിഡ്ജിലേക്കായിരിക്കും. ഇതേ ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ട് ഇവളാണെങ്കിൽ ആകെ സാഡായിട്ട് നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ട് തന്നെ ലിയൂൾ എത്തുന്നതും ലിയൂളാണെങ്കിൽ ഇപ്പോൾ ഇവളെ നോക്കുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അന്നത്തെ ആ പെൺകുട്ടി തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ലിയൂളാണെങ്കിൽ യൂനിസ എന്ന് വിളിക്കുന്നതും ഇവളൊരു ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇവളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് കണ്ട് അപ്പോൾ നീ യൂനിസ തന്നെയാണല്ലേ എന്ന് ഇവൻ ചോദിക്കുന്നതും ഇതിലും ഞെട്ടലോടുകൂടി ഹോങ്ഷിം ആണെങ്കിൽ യൂനിസ എന്ന പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അവിടെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലിയൂളാണെങ്കിൽ ഞാൻ അന്നത്തെ ആ മന്ദബുദ്ധിയാണെന്ന് പറയുന്നതും ഇവള് ശരിക്കും ഷോക്കാകുന്നുണ്ട്. അതായത് ഇവള് പണ്ട് ഇവനെ മന്ദബുദ്ധി എന്നൊക്കെയാണല്ലോ വിളിക്കാറ്. അങ്ങനെ ഇവളാകെ ഷോക്കായി നിൽക്കുന്നതും ലിയൂളാണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇവളെ കണ്ടുപിടിച്ചതിൻ്റെ ആ സന്തോഷം ഇവൻ്റെ ഫേസിലുണ്ടായിരിക്കും. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 13 അവസാനിക്കുന്നത്.